നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ലൈംഗിക ആരോപണ പരാതിയിൽ മേൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ ഉടൻ തന്നെ ഒരു പ്രഖ്യാപനം വന്നിരുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയെന്ന വാർത്ത. ഈ കോൺഗ്രസിന്റെ ഈ തീരുമാനത്തെ വിമർശിച്ചിരിക്കുകയാണ് സാമൂഹ്യ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം. അതായത് അപക്വമായ കോൺഗ്രസ് എടുത്ത തീരുമാനമായിരുന്നു രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. എന്തായാലും പെട്ടെന്ന് വേഗത്തിലെടുത്ത ഈ ഒരു തീരുമാനം അത് തെറ്റായി പോയി എന്ന രീതിയിലാണ് രാജേന്ദ്ര പന്തളം പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ വിഷയത്തിൽ മലയാളി വാർത്തയോട് നടത്തിയ പ്രതികരണത്തിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ പാർട്ടി പുറത്താക്കുന്ന ഒരു തീരുമാനം അത് വളരെ പെട്ടെന്നായി പോയോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയത്? തീർച്ചയായിട്ടും ഞാനത് ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയാൻ ഞാനല്ല. കോൺഗ്രസ് തീരുമാനിക്കേണ്ട, ആ പാർട്ടി തീരുമാനിക്കും. പക്ഷെ സമാനമായ സാഹചര്യത്തിലുള്ള ആൾക്കാരെ CPM അവരുടെ സമഗ്ര ശക്തിയും എടുത്തിട്ട് രക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഉദാഹരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ഇപ്പോഴത്തെ MLA-യും അതുപോലെ തന്നെ മറ്റൊരു മന്ത്രിയും അവരുടെ കസേരകളിൽ ഭദ്രമായി ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പാർട്ടി അവരെ രക്ഷിച്ചത് കൊണ്ട് മാത്രമാണ്. VJ ജോസഫിന്റെ കാര്യത്തിലാണെങ്കിലും പാർട്ടി രക്ഷിച്ചു. ജോസ് തെറ്റയിൽ ഇതിനേക്കാൾ ക്രൂരമായിട്ടുള്ള, അത് വളരെ വൈഡായിട്ട്, അത് വീഡിയോയിലൂടെ വളരെ വൈറലായിട്ടുള്ള ഒരു വിഷ്വലായിട്ട് കേരളം മുഴുവൻ കണ്ടതാണ്. ജോസ് തെറ്റയിൽ എന്ന മന്ത്രിയുടെ കാര്യത്തിൽ അവരെല്ലാം PK കുഞ്ഞാലിക്കുട്ടിയോ അവരുടെ പാർട്ടി അവരെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ശിക്ഷിച്ചില്ല. പക്ഷെ കോൺഗ്രസുമാരെ മാത്രം എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തു. എന്നിട്ടോ കോൺഗ്രസ് രക്ഷപ്പെട്ടോ? കോൺഗ്രസ് ഒന്നും ചെയ്തില്ല. നിങ്ങൾ എന്താണ് MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പറഞ്ഞുവിടാത്തെന്നാണ് വിവരദോഷികളായിട്ടുള്ള നിരീക്ഷകർ ചോദിക്കുന്നത്. MLA സ്ഥാനത്ത് നിന്ന് പറഞ്ഞുവിടാൻ കോൺഗ്രസിന് അധികാരം ഈ രാജ്യത്താരും കൊടുത്തിട്ടില്ല. MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ അസംബ്ലിയിലെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മെമ്പറായ മാറ്റേണ്ടത് സ്പീക്കറാണ്. അത്ര പോലും വിവരമില്ലാത്ത ഉപദേശകരാണ് എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസിനെ നശിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഈ കുറ്റം നമ്മൾ ഇന്ന് പറയുന്ന തീയതി 15-ാം തീയതി ജാമ്യം നിഷേധിച്ച് ഇദ്ദേഹം കുറ്റവാളിയാണ് എന്നൊരു വാക്ക് പറഞ്ഞതിന് ശേഷമാണെങ്കിൽ കോൺഗ്രസ് ചെയ്തത് സബ്സ്റ്റൻസ് ആണ്, ഞാനും അനുകൂലിച്ചത്. പക്ഷെ അപക്വമായിട്ടുള്ള തീരുമാനം, എടുത്തു ചാടിയുള്ള തീരുമാനം, അതായത് മുഖ്യമന്ത്രി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ രതിവൈകൃതം ഉണ്ടെന്ന് കയറി വിധിച്ചതുപോലെ അപക്വവും എടുത്തിയാടിയുള്ളതുമായിട്ടുള്ള ഒരു വിധി പ്രസ്താവമായി പോയി അതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ രാഹുലിനെ തിരിച്ചെടുക്കാനുള്ള സാധ്യതകൾ, അങ്ങനെ ഒരു തിരിച്ചെടുക്കൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തല്? തിരിച്ചെടുക്കാൻ ഇനി സാധ്യമല്ലല്ലോ. പ്രാഥമിക അംഗത്വത്തിൽ നിന്നുമാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. ഇനി എങ്ങനെ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയും? ഒരിക്കലും കോൺഗ്രസ് രണ്ടാവുന്നുണ്ടാവാം അദ്ദേഹത്തിന്റെ പക്ഷത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷവും അല്ലാത്ത പക്ഷവും എന്നുള്ള രീതിയിൽ. ആ കോൺഗ്രസ് അങ്ങനെ ഒരു പിളർപ്പിലേക്കും തളർച്ചയിലേക്കും പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കൂ, കോൺഗ്രസിന്റെ ചലനം എങ്ങും കാണാനില്ലേ. ഈ VD സതീശൻ നടത്തുന്ന പത്രസമ്മേളനങ്ങളിലെ, രമേശ് ചെന്നിത്തല നടത്തുന്ന പത്രസമ്മേളനങ്ങളിലല്ലാതെ എവിടെയെങ്കിലും ഉണ്ടോ കോൺഗ്രസിന്റെ ഒരു ചലനം? ഇപ്പൊ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന കാര്യം, കോൺഗ്രസിലുള്ള മുസ്ലിങ്ങൾ പോലും BJP വരാതിരിക്കാൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് എനിക്ക് എന്റെ വിശ്വാസയോഗ്യമായ സോഴ്സിൽ നിന്ന് കിട്ടിയത്. മുസ്ലിങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ ഈ നിസ്സംഗത കണ്ടിട്ട് അവര് CPM-ന് വോട്ട് ചെയ്യാൻ പോവാ BJP വരാതിരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് അവരിലെ പ്രധാനപ്പെട്ട ഒരു സോഴ്സിനോട് പറഞ്ഞു. അത് നിങ്ങൾ ഇതുമായിട്ട് ചേർത്തല്ല, പ്രത്യേക എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ മാറിയിരിക്കുന്നു. കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് തകരുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടിരിക്കുന്ന പക്ഷമാണ്. ഇത് ഞാനിത് പറയുന്നത് ഒരു ബുദ്ധിജീവിയായിട്ട് കസേര ഈ സ്വീകരിക്കുന്നതുകൊണ്ടല്ല, നാട്ടിലുള്ള ഈ ചലനങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഇന്നലത്തെ ഈ കലാശക്കൂട്ടിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ഒന്നും അറിയാനില്ലായിരുന്നു. വളരെ സങ്കടകരമാണത്. അപ്പൊ തകർന്നു വച്ചായിരിക്കുന്നു. അപ്പോ അതിലുള്ള മുസ്ലിങ്ങൾ പോലും CPM-ന് വോട്ട് ചെയ്യാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിലേക്ക് പോവാൻ. അത് ഗൂഢാലോചനയാണോ എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ രീതിയിൽ പോവാണ് രാഷ്ട്രീയം. അത് വളരെ രാഷ്ട്രീയമല്ല, അത് വർഗീയമാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ വർഗീയത വരുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ ഇതിനേക്കാൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം. അങ്ങനെ ഒരു സന്ദർഭത്തില് ശരി, കുറച്ച് ഇപ്പോഴും കേൾക്കുകയാണ് കോൺഗ്രസ് പഴി. എന്നാൽ പിന്നെ ഈ പഴിയും കേട്ടുകൊണ്ട് രാഹുലിനെ അവരുടെ കൂട്ടത്തിൽ തന്നെ നിർത്തിയിട്ട് ഇദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണെന്ന് എന്നീ ബെഹനാൻ പറഞ്ഞതുപോലെ പറഞ്ഞാൽ പോരായിരുന്നു. എന്റെ ബോധ്യം, മറ്റേ ബോധ്യം, പരാതികൾ ഒരുപാട് ഉണ്ടാവാമെന്നേ. അത് കേസ് കൊടുക്കണം, കേസ് കൊടുത്ത് കോടതി തെളിയിക്കുന്നേ. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വളരെ ലിബറലായിട്ടാണ് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഇടപെടുന്നത്. ഇൻ റിലേഷൻ ആണല്ലോ പലരുടെയും നമ്മൾ നോക്കുമ്പോൾ അവരുടെ സ്റ്റാറ്റസുകളിൽ കാണുന്നത്. അങ്ങനല്ലേ?
അല്ല ഒരു അല്ലേ അങ്ങനെയാണ് ഇൻ റിലേഷനാണ് പലരും എന്തുമില്ല. അതെ, ഫ്രണ്ട്ഷിപ്പും അങ്ങനെയുള്ള ഒരു സമൂഹമാണ് ഇവിടെ. ആ തലമുറയിൽപ്പെട്ട ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതിപ്പോ ഒന്ന് പിണങ്ങി കഴിയുമ്പോൾ ഇതിനേക്കാൾ ക്രൂരമായിട്ടുള്ള ശിക്ഷകളൊക്കെ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ടെന്നാണ് പുതുതലമുറ സോഴ്സുകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വിവരം. ചതിക്കുക, അങ്ങനെ പകരം ചെയ്യുക, പ്രതികാരം ചെയ്യുക ഒക്കെ ഉണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണോ ഇതെന്നുള്ളതൊന്നും നമുക്കറിയില്ല. എല്ലാം കോടതി പറയേണ്ട സത്യങ്ങളാണ്. അത് നമ്മൾ കയറിയിട്ട് ഇതിനെ ഓരോന്ന് വിഭജിച്ച് ഒരു പാർട്ടിയുടെ MLA-ക്കെതിരെ നടപടിയെടുക്കാന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ നഷ്ടം കോൺഗ്രസിനാണ്. അതായിരുന്നു കോൺഗ്രസ്. അല്ലെങ്കിൽ ആദ്യമേ തന്നെ പരിപൂർണ്ണ സ്പീക്കറോട് പറയണം ഞങ്ങൾ ഇദ്ദേഹത്തിനെ രാജിവെപ്പിക്കണമെന്ന് സ്പീക്കറോട് കോൺഗ്രസിന് ആവശ്യപ്പെടായിരുന്നു. അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു പോയി. ഇതിപ്പോ എങ്ങും എത്താത്ത ഒരു സ്ഥിതിയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പഠിക്കൽ കൊണ്ടിട്ട് കുടമുടയ്ക്കുന്ന ഒരു പരുവത്തിലുമായി. ഫലം വരുമ്പോൾ അറിയാം, കോൺഗ്രസിനകത്തിന് വീണ്ടും പടലപ്പിണക്കങ്ങളും വാളയ്ക്കൽ പടവും ഉണ്ടാകാനുള്ള സാധ്യതകളാണ്. അവരുടെ അപക്വവും അതുപോലെ തന്നെ എന്നിട്ടോ CPM-ലുള്ള ആൾക്കാരെ നിങ്ങൾ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്ന് ചോദിക്കാനൊരു വാക്ക് പോലും അവർ ചോദിക്കുന്നുമില്ല. വളരെ വിചിത്രമായിട്ടല്ലേ തോന്നുന്നത്. വന്നിരുന്നു. അതായത് ഞങ്ങൾ കുറ്റാരോപിതനായിരിക്കെ തന്നെ ഞങ്ങൾ നിലപാടെടുത്തു. പക്ഷെ നിങ്ങൾ ഈ ശബരിമല കേസിലെ നേതാക്കന്മാരകത്ത് പോയിട്ടും അവരെ പാർട്ടി ഒരു കൂട്ടമായൊരു തീരുമാനം എടുക്കാൻ പോലും നിങ്ങൾ ഭയക്കുന്നു എന്ന രീതിയിലൊരു വിലയിരുത്തൽ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണോ രാഹുലിനെ പുറത്താക്കിയത്? അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കാനാണോ രാഹുലിനെ പുറത്താക്കിയത് എന്ന് വരെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പക്ഷേ ആ ചോദ്യം വന്നില്ല. ചോദ്യം വന്നിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ വന്നിട്ടുണ്ടാകും. പക്ഷെ ദുർബലമാകുമ്പോൾ ശക്തമായിരിക്കണം ചോദ്യം നമ്മൾ ഉന്നയിക്കുമ്പോൾ. അത് നമ്മുടെ ബ്രഹ്മാസ്ത്രം പോലെ ശക്തമായിരിക്കണം. അങ്ങനെ ഒരു അസ്ത്രം പോലും കോൺഗ്രസിന് ഇതിനു ശേഷവും ഞങ്ങൾക്ക് ധാർമ്മിക ധൈര്യം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞ ആ ഒരു കാര്യം പോലും ഉണ്ടായില്ല. ഒരു അഴകുഴമ്പൻ മട്ടിലാണ് കോൺഗ്രസ് ഇപ്പോഴും. അവരുടെ നിലപാട് ഇപ്പോഴും അങ്ങനെയാണ് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്താനുള്ള ഒരു ആരംഭമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസാനം. പാർട്ടിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ അവസാനം അവർക്ക് ഞങ്ങൾ ഇത്രയും ചെയ്തു, അതല്ലേ കുറ്റവാളിയെ ഞങ്ങൾ ശിക്ഷിച്ചു. കോടതി ശിക്ഷിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പാർട്ടി കോടതിയില്ല, നിങ്ങളുടെ പാർട്ടി കോടതികളല്ല. പാർട്ടി SDPIക്കും അത് SDPIക്കും ഉണ്ട് ശരീഅത്ത് കോർട്ടുകൾ. CPM-ന് സ്വന്തമായിട്ട് പാർട്ടി കോർട്ടുകൾ. അവരുടെ കൊലപാതകത്തിന് ശിക്ഷിച്ച ആൾക്കാർക്കും അവർ സപ്പോർട്ട് കൊടുക്കും പരസ്യമായിട്ട് CPM-കാര്. SDPI അതുപോലെ തന്നെ വലിയ വീര യോദ്ധാക്കളായിട്ടാണ് കൊലപാതക കേസിൽപ്പെട്ട ക്രിമിനൽ മനസ്സുള്ള ആൾക്കാർ പോകുന്നത്. കൊലയാളികൾ പോകുന്ന ക്രിമിനൽ മനസ്സ്. ഞങ്ങളെന്തോ ഇന്ത്യയിലെ ഒരു സഹോദരനെ കൊന്നിട്ട് തങ്ങൾ എന്തോ ധീരകൃത്യം ചെയ്തു എന്ന് പറയുന്ന, അല്ലെങ്കിൽ മരിച്ചവരെ കുലം കുത്തികളെന്ന് പറയുന്ന രണ്ട് പാർട്ടികളേ ഉള്ളൂ. ഒന്ന് CPM ആണ്, മറ്റേ SDPI ആണ്. ആ കാര്യത്തില് പ്രത്യയശാസ്ത്രം വ്യത്യസ്തമായിരിക്കാം, പക്ഷെ ഈ കാര്യത്തില് ഒരേ സാമ്യം, ഒരേപോലെയുള്ള രണ്ട് പാർട്ടികളാണ്. അപ്പൊ കോൺഗ്രസിന് ഇവിടെ ഒരു മോറൽ വിക്ടറി ഉണ്ടായത് അത് മുതലെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത് വളരെ ദുർബലമായി പോയി. എന്താണ് ഈ പാർട്ടിക്ക് പറ്റുന്നത്? അടിത്തറയിൽ ആളില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നേതൃത്വത്തിലും അതിശക്തമായിട്ടുള്ള ശബ്ദങ്ങൾ, ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള നേതാക്കൾ ഇല്ലാത്തതിന്റെ വലിയൊരു പ്രശ്നം ഈ പാർട്ടിയെ ഇപ്പോൾ ഒരു അസ്തിത്വ പ്രതിസന്ധിയിലേക്ക് നയിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്ന് സാർത്തർ പറഞ്ഞ അതേ സംഭവത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നതെന്ന് ഉള്ളത്. എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് സങ്കടം കൊണ്ട് പറയുന്ന അല്ല, കോൺഗ്രസിനെ ഇകഴ്ത്തി പറയുന്നതല്ല. അതിന്റെ ഒരു ഫലം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്. അപക്വമായ തീരുമാനമായി പോയി കോൺഗ്രസ് എടുത്ത്. വിഫലമായ തീരുമാനമായി പോയി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പോ എന്തായാലും തിരഞ്ഞെടുപ്പിൽ ഇതെല്ലാം ഈ വിവാദങ്ങളൊക്കെ കോൺഗ്രസിന് മങ്ങല ഏൽപ്പിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കാണേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഈ വർഗീയമായിട്ട് ചെയ്യപ്പെടുന്ന വോട്ടുകൾ എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ ശരിക്കും പറഞ്ഞാൽ പരിക്കു മാത്രമല്ല ജനാധിപത്യത്തിന്റെ അന്ത്യം കൂടിയാണ്. വർഗീയമായിട്ട് പോൾ ചെയ്യപ്പെടുന്ന വോട്ടുകൾ, ആ കാര്യം കൂടി നമ്മൾ വളരെ ഊന്നി പറയേണ്ട ഒരു കാര്യം, പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്.